ഇവിടെ എല്ലാ ദിവസവും ഇപ്പോൾ 3 ലഞ്ച് ബോക്സാണ് കേട്ടോ. അതായത് എനിക്കും മക്കൾക്കും കൂടി അങ്ങനെ 3 ലഞ്ച് ബോക്സിലേക്ക് വേണ്ടുന്ന ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ലഞ്ചും ഒക്കെ ഞാൻ എടുക്കുവാണേ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ ഇന്ന് കൊണ്ടുപോകുന്നില്ല കേട്ടോ, അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് തോരനും മുട്ട വറുത്തത് പപ്പടവും അച്ചാറും മാത്രമാണ്. വേറെ കറികളൊന്നും വെക്കാനുള്ള സമയം ഇല്ല കേട്ടോ. സമയമില്ല എന്നല്ല, എനിക്കിങ്ങനെ പോകാതിരുന്നിട്ട് നമ്മൾ പിറ്റേന്ന് പോകുമ്പോഴത്തേക്ക് ഈ തട്ടിക്കൂട്ടൽ പരിപാടിയൊക്കെയാണ് കേട്ടോ. പിന്നെ അടുത്ത ദിവസം തൊട്ടാകുമ്പോഴത്തേക്ക് അങ്ങ് സ്റ്റാർട്ടായിക്കോളും, വേറെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ അച്ചാർ എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. എനിക്ക് മാത്രമാണ് കേട്ടോ ഈ അച്ചാർ എടുത്തിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ സ്ട്രോബെറി കേക്കും ഓരോ ബിസ്ക്കറ്റുമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. സ്നാക്സ് അങ്ങനെ ഞാൻ അധികം കൊടുത്തു വിടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് എല്ലാം എടുത്ത് വെച്ചു. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സും എല്ലാം എടുത്ത് നമ്മുടെ ലഞ്ച് കിറ്റിലാക്കിയതിന് ശേഷമാണ് റെഡി ആവുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് 3 പേർക്ക് വേണ്ടിയിട്ടുള്ള ചോറ് എടുക്കുവാണ്. ഈ പറഞ്ഞതുപോലെ ഇന്ന് പോകാതിരുന്നിട്ട് പോകുന്നത് കൊണ്ടുള്ള ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും, അതായത് ഈ ചോറിനൊപ്പം ഞാനങ്ങനെ കൂട്ടാനോ കറികളോ ഒന്നും വെക്കാറില്ല കേട്ടോ. എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തു വിടുന്നത്. പിന്നെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് എമർജൻസി എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചോറിനൊപ്പം തന്നെ വെക്കാറുണ്ട്. പക്ഷേ അധികവും ഞാൻ ഇതുപോലെ തന്നെയാട്ടോ മക്കൾക്കായാലും എനിക്കായാലും കൊടുത്തു വിടാറുള്ളത്. അപ്പോൾ ആ കുഞ്ഞു പാത്രത്തിലേക്ക് ഞാൻ തോരൻ വെച്ച് കൊടുക്കുവാണേ. ചോറൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ തോരനൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ പാത്രത്തിൽ മാത്രം ഞാൻ അച്ചാർ വെച്ചിട്ടുണ്ട്. ഇനി ആ മുട്ട പൊരിച്ചതും പപ്പടം വറുത്തതും കൂടിയാണ് കേട്ടോ ഇന്നത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇനി നമ്മുടെ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ എടുത്തു, ഇനി പെട്ടെന്ന് അങ്ങ് റെഡിയായി പോവാട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബേബി, സീ യു.